നമസ്കാരം, എൻ്റെ പേര് ജിജി. ഞാൻ നളിനം ടാരോ ഗൈഡൻസ് എന്ന പേരിൽ കുറച്ച് ദിവസമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഡെയിലി മെസ്സേജസ് ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഇത് ശരിക്കും എന്താണെന്നതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഈ കാർഡ്സ് വെച്ചിട്ട് ഇതെങ്ങനെ പറയുന്നു, അല്ലെ കാർഡ്സ് വെച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് അവർക്കതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ടാരോ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടൂളാണ്, ഏൻഷ്യൻ സ്പിരിച്വൽ ടൂള്. അതായത് നമ്മുടെ ഇവിടെ ഭാരതത്തിൽ ജ്യോതിശാസ്ത്രം എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ വെസ്റ്റേൺ കൺട്രീസിൽ ഉപയോഗിക്കുന്ന ഒരു സ്പിരിച്വൽ ടൂളാണ് ടാരോ എന്ന് പറയുന്നത്. ഇത് 14-15 സെഞ്ചുറികൾ തുടങ്ങി അവിടെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അന്ന് അത് ചിഹ്നങ്ങളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാലോ, ലിപികൾ ഉണ്ടാകണേക്കാളും മുന്നേ ചിഹ്നങ്ങളായിരുന്നു നമ്മൾ ആശയവിനിമയത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് രൂപാന്തരം പ്രാപിച്ചിട്ടാണ് പിക്ചേഴ്സായി മാറി, പിന്നെ അത് ലിപികളായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ പിക്ചേഴ്സ് ആയ സമയത്ത് ഉണ്ടാക്കിയ കുറേ പിക്ചേഴ്സിനെ വെച്ചിട്ടാണ് ഈ ടാരോ കാർഡ് വന്നിരിക്കുന്നത്. 18th സെഞ്ചുറി മുതലാണ് ഇതൊരു സ്പിരിച്വൽ ടൂളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് ഇന്ന് കാണുന്ന ഈ ടാരോ കാർഡിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് മാറിയത് പമീല എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അവരാണ് ഈ രൂപത്തിലേക്ക് ഈ കാർഡ് മാറ്റിയത്. ഇതൊരു 78 കാർഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാർഡിനുള്ളിലുണ്ട് ചിത്രങ്ങളുടെ രൂപത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഒരാളുടെ ലൈഫിലെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. സെയിം നമ്മളിവിടെ ജ്യോതിഷ പ്രഡിക്ഷൻ നടത്തുന്ന പോലെ തന്നെ. അപ്പോൾ അതാണ് ഇതിനകത്ത് നമുക്ക് ഞാൻ ഈ കാർഡിൽ നോക്കി പറയുന്ന അതാണ് ഞാൻ പറയുന്നത്. ഡെയിലി നമുക്ക് തരുന്ന ഒരു മെസ്സേജ്. ഞാൻ കുറച്ച് നാളായിട്ട് ഈ ടാരോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മെൻറ്റർ, എൻ്റെ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അതും നമ്മുടെ ഒരു ദൗത്യമാണ്. നമുക്ക് എന്താ പറയുന്നത്, അറിവെന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിയാൻ, അല്ലെങ്കിൽ ഈ ടാരോ റീഡ് ചെയ്യാൻ പഠിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് പല കാരണങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരും വേദനിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഇടുന്ന ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ആശ്വാസം അവർക്ക് ഉണ്ടാവുമെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എൻ്റെ ഈ റീഡിങ് കേട്ടിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടോ അല്ല ആശ്വാസമായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഈ ജേണിയിൽ നിങ്ങളും കൂടി ഒരു ഭാഗമാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമുക്കൊരു ആശ്വാസം കിട്ടുന്ന കാര്യം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം എന്ന് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഈ ടാരോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്ത്യയിൽ വളരെ കുറച്ച് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ആക്ച്വലി അറിയാൻ പാടുള്ളൂ. കാരണം 3% ആൾക്കാർക്ക് പോലും ഇതെന്താണെന്ന് അറിയില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചും കൂടി ഇതിന് ഒരു പ്രചാരമുണ്ട്. പക്ഷെ കേരളത്തിൽ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ടാരോ റീഡിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു, എൻ്റെ ഗുരുവിനോട് നന്ദി പറയുന്നു. ഇതാണ് എനിക്ക് ടാരോ റീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ഉണ്ട്, പേജ് ഓഫ് വാൻഡ്സ്, വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെന്റക്കിൾസ് ആൻഡ് 10 ഓഫ് വാൻഡ്സ്. ഇതാണ് നമുക്കിന്ന് വന്നിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഒരു അവബോധമുള്ളൊരു ദിവസമായിരിക്കും എന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യണം, എന്ത് കാര്യം ചെയ്യണ്ട എന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും എന്ന് പറയണം. ആ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഈ ഇന്നത്തെ എനർജി പറയുന്നത്.
അതുപോലെ ചില ആളുകൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കുന്ന ഒരു എനർജി ഉണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ അവരുടെ കുറേ കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾ ചില കാര്യങ്ങൾ പുതിയതായി പഠിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ബുക്സുകൾ കിട്ടിയിട്ട് അത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. ചിലർക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് വെക്കാനായിരിക്കാം. എന്തെങ്കിലും ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയോ അങ്ങനെ റെക്കോർഡിക്കലാക്കി വെക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഒരു ക്രിയേറ്റീവായിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഇന്ന് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് പേജ് ഓഫ് വാൻഡ്സ് ആണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ഇന്നത്തെ ദിവസം. ചിലർ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയെന്നാകാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന പറയാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഫയർ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ ഇത്ര നാൾ പോയ ഒരു രീതി അല്ലെ പിന്തുടർന്ന ഒരു രീതി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് പുതിയൊരു വഴി അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിലേക്ക് ഒരു ടെസ്റ്റ് ചെയ്യണം. നമ്മളത് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് ചിലർക്ക് ഇന്നത്തെ ദിവസം ഒരു വിവാഹ നിശ്ചയമോ വിവാഹ തീരുമാനമെടുക്കുന്ന ഒരു എനർജി ഉണ്ട്. കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ വിവാഹം നോക്കി നടക്കുന്ന ആളുകൾക്ക്, പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക്, നടക്കാതിരുന്ന ആളുകൾക്ക് ആ വെയിറ്റ് ചെയ്യുന്ന എനർജി മാറിയിട്ട് ഒരു വിവാഹം തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ബന്ധമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലത്തെ ഒരു പാർട്ട്ണറെ തന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം, ഒരു സംതൃപ്തി, ഇതൊക്കെയാണ് ഈ കാർഡ് പറയുന്നത്. അടുത്തത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യാനും അവരുമായിട്ടൊരു ഗെറ്റ് ടുഗദർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ചില ആളുകൾ കുട്ടികളുമായിട്ട് പുറത്തു പോയി ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു എൻജോയ്മെൻറ്റ് അവരുടെ എനർജിയിലേക്ക് നമ്മളും മാറുന്നൊരു സിറ്റുവേഷനാണ്. ചില ആളുകൾക്ക് കുറേ നാളുകളായി നമ്മൾ കാണാതിരുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യാതിരുന്ന നമ്മുടെ റിലേറ്റീവ്സ് മീറ്റ് ചെയ്യാം. ചിലപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ അവരുടെ വീടുകളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കാം. എങ്ങനെയാണെങ്കിലും കുറേ നാളുകളായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാതിരുന്ന നമ്മുടെ ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരുമായി ഒരു ഒത്തുചേരലും അവരുമായി ഒരു സന്തോഷം പങ്കിടാനും ഇന്നത്തെ ദിവസം പറ്റുമെന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചില ആളുകൾ ഇന്നത്തെ ദിവസം ഒരു ഞാൻ പറഞ്ഞ ഇവിടെ ചില ആളുകൾക്ക് ഫാമിലി ഗെറ്റ് ടുഗദർ ആണെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു സാമുദായികമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, അത് സമുദായത്തിൻ്റെ ഒരു കൂടിച്ചേരൽ, അതായത് ഒരു സമൂഹത്തിൻ്റെ ഒത്തുചേരൽ, അങ്ങനെയുള്ളൊരു ഒത്തുചേരലിൽ പങ്കെടുക്കാനും അവിടെ നിങ്ങളൊരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും ഒരു ഇത് സംഘടനകളിലേക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് ഒരു സിറ്റുവേഷൻ ഇന്നുണ്ടാവുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് കുറേ എന്താ പറയുക ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ വരുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ് വരുന്നത്. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആവുന്നതെന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നേടാനുള്ള ഫിനാൻസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് നമുക്ക് വേറെ ആരോടും ചോദിക്കാതെയോ ഒക്കെ ഒരു ഫിനാൻസ് യൂസ് ചെയ്യാനും അതിനുള്ളൊരു വഴി നിങ്ങൾ കണ്ടെത്തുന്നു എന്നാണ്. അതായത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ.
അടുത്തത് 10 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ ചില ആളുകൾക്ക് ഇന്ന് ഒരുപാട് ജോലികൾ ചെയ്യേണ്ട ഒരു ദിവസമായിട്ട് വരും. അതായത് ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു എനർജിയാണ്. അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള ഒരു ടെൻഷനും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടിലും ഇന്നത്തെ ദിവസം പോകുന്ന ചില ആളുകളുണ്ട്. അതായത് എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് അങ്ങനെ ഒരു വെല്ലുവിളി നേരിടാനുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ കാർഡുകൾ നമുക്ക് തരുന്ന, ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജസ് ഇതാണ്. അപ്പോൾ എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.